ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലുതായി ചിന്തിക്കാനൊന്നുമില്ല, ആശ്വസിക്കാനൊന്നും തന്നെയില്ല. 35 BJP 50 ഇടത്തേക്ക് BJP 50 അടിച്ചിരിക്കുന്നു. കോൺഗ്രസ് 35ലേക്ക് താഴ്ന്നിരിക്കുന്നു. അവിശ്വസനീയമായ വരവിൽ വീണ്ടും അടിച്ചു കയറുകയാണ് BJP. തിരിച്ചുപോക്കിന് സാധ്യതയുണ്ടോ ബാലകൃഷ്ണൻ? സാധ്യത കുറവാണ്. ഒരു തിരിച്ചുപോക്ക് സാധ്യത കുറവാണ്. കാരണം പലയിടത്തെയും ഭൂരിപക്ഷത്തിന്റെ ലീഡ് നില വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 8 സീറ്റുകളിൽ 1000-ലധികം വോട്ടുകൾക്ക് കോൺഗ്രസ് പിന്നിലാണ്. അങ്ങനെയെങ്കിൽ BJP പോലും പ്രതീക്ഷിക്കാത്ത വിജയം എന്ന് പറയേണ്ടി വരും. കാരണം പ്രചാരണത്തിൽ പോലും മോദി വളരെ കുറച്ച് റാലികളിലേ പങ്കെടുത്തുള്ളൂ. 4 റാലികൾ മാത്രമാണ് പങ്കെടുത്തത്. പരാജയം പ്രതീക്ഷിച്ചെടുത്ത് അപ്രതീക്ഷിത വിജയത്തിലേക്ക്, തുടർ ഭരണത്തിലേക്ക് BJP പോവുകയാണോ? 8 സീറ്റുകളിൽ 1000 വോട്ടുകൾക്ക് കോൺഗ്രസ് പിന്നിലാണ്. 8 സീറ്റുകളിൽ കോൺഗ്രസ് 1000 സീറ്റുകൾക്ക് പിന്നിലാണ്. പക്ഷേ അതിൽ കൂടുതലാണ് ബാക്കിയുള്ള സീറ്റുകളിൽ. 10 സീറ്റുകളിൽ BJP 1000 വോട്ടുകൾക്ക് മുന്നിലാണ്. 10 സീറ്റുകളിൽ 1000 വോട്ടുകൾക്ക് മുന്നിലാണ് BJP. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 400-500 നിന്ന് കോൺഗ്രസ് 8 സീറ്റുകളിൽ മുൻപിലാണ്. അതെ, 18 സീറ്റ്. അപ്പം വളരെ പ്രധാനമാണ് ഈ 18 സീറ്റുകൾ. അടുത്ത 20-25 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കും. 18 സീറ്റുകളിൽ ലീഡ് നില എന്ന് പറയുന്നത് കേവലം 1000 വോട്ടാണ്. ആ 1000 വോട്ടിൽ ഒരു വോട്ട് കുറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡ് നില മാറും എന്നതാണ് അവസ്ഥ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഹരിയാനയിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. 50-35 എന്ന് പറയുന്നത് നിശ്ചയമായും BJPക്ക് ആശ്വസിക്കാം ഈ സമയത്ത്. കാരണം അവസാന നിമിഷങ്ങളിലേക്കാണ്, വോട്ടെണ്ണലിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ആദ്യ പാദത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഹരിയാന. വലിയ മുന്നേറ്റമായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിൽ, ആദ്യഘട്ട വോട്ടെണ്ണലിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. നമ്മൾ കണ്ടതുപോലെ 65-60 പോയിരുന്നു. നമുക്ക് ഈ പറയുന്ന എന്ത് തന്നെ ആയാൽ പോലും 50-35 എന്ന് പറയുന്നത് ഈ സമയത്ത് വലിയ ലീഡ് നില തന്നെയാണ്. കാരണം ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ വോട്ടെണ്ണൽ അവസാനിക്കാനുള്ളൂ. ആ വോട്ടെണ്ണൽ അവസാനിക്കുന്ന അവസാന ലാപ്പിലാണ് ഈ ലീഡ് നില എന്ന് പറയുന്നത്. വളരെ പ്രധാനമാണ്. 1000 വോട്ടുകൾക്കാണ് 8 സീറ്റുകളിൽ കോൺഗ്രസ് മുന്നിൽ നോക്കുന്നത്. ഈ അവസാനത്തെ ട്രെൻഡ് തന്നെയാണ്. കാരണം പോസ്റ്റൽ ബാലറ്റ് കഴിഞ്ഞ് തിരികെ ഇറങ്ങിയ മണ്ഡലങ്ങളെല്ലാം BJP മുന്നിലാണ്, കൂടെ പിന്നിലായിരിക്കുന്നു. അത് ട്രെൻഡാണ്. കൂടെ പിന്നിലാണ് എന്നത് ട്രെൻഡ്. ഭൂപീന്ദർ കൂടെ പിന്നിലാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2000 വോട്ടുകൾ, 2128 വോട്ടുകൾക്ക് പിന്നിൽ ജുലാനയിൽ പിന്നിലായിരിക്കുന്നു വിനേഷ് ഫോഗട്ട്. അവിടെ മുന്നിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ക്യാപ്റ്റൻ കൊമേഴ്സ് പൈലറ്റ് ക്യാപ്റ്റൻ യോഗേഷ് ആണ് മുന്നിൽ. BJP ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ് ജുലാനയിൽ കടുത്ത മത്സരം നേരിടും. പക്ഷേ അപ്പോഴും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നത് കായിക താരങ്ങളുടെ പിന്തുണ, വൈകാരിക പിന്തുണ വിനേഷ് ഫോഗട്ടിനോടൊപ്പം ഉണ്ടാകുമോ എന്നതാണ്. വിനേഷ് ഫോഗട്ട് ജുലാനയിൽ പിന്നിലാണ്. ഭൂപീന്ദർ ഹൂഡ ക്യാപ്റ്റൻ തന്നെ പിന്നിലാണ്. ഈ കപ്പലിൽ ക്യാപ്റ്റൻ ഇല്ല സാർ. ബാർവാല മണ്ഡലത്തിലാണ് BJP ഏറ്റവും വലിയ ലീഡ് നേടിയിരിക്കുന്നത്. 7162 വോട്ടിനാണ് മുന്നിൽ. അതെ, ഈ കപ്പലിനൊരു ക്യാപ്റ്റൻ ഇല്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഗൂഢസ്മിതം മായുന്നു.